നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി ഏതാനും മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പാലക്കാട് മണ്ഡലത്തിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥിയായിട്ട് നടൻ ഉണ്ണി മുകുന്ദനെ തീരുമാനിച്ചിരിക്കുന്നു. പക്ഷെ UDF സ്ഥാനാർത്ഥിയായിട്ട് ഇതുവരെ ആരെയും തീരുമാനിച്ചിട്ടില്ല. എന്തുകൊണ്ട് ഇപ്പോഴത്തെ കറന്റ് MLA ആയിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കാൻ പ്രഖ്യാപിക്കുന്നില്ല? ഹലോ ഗൈസ്, നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിനെ എന്തിനാണ് ഇങ്ങനെ തഴഞ്ഞു കളയുന്നത് എന്നതാണ് എന്റെ ചോദ്യം. റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന ഒരു സ്ത്രീയെ രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ കുറെ ഫേക്ക് അലിഗേഷൻ പറഞ്ഞതല്ലാതെ ഇതിന് എന്തെങ്കിലും ഒരു സ്ഥിരീകരണം ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ? കോടതിയിൽ നിന്ന് തന്നെ ഇതുവരെ ഈ കേസിന് ഒരു കംപ്ലീഷൻ വന്നിട്ടില്ല. അതിന്റെ അർത്ഥം എന്താണ്? ഞാൻ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ ഒരു കേസ് വന്നു കഴിഞ്ഞപ്പോൾ കുറെ പീഡനത്തിന്റെ വന്നു, അങ്ങനത്തെ വിഷയങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ ഞാൻ സംസാരിച്ചിട്ടുള്ളതാണ്. കാരണം ഇങ്ങനെയുള്ള സ്ത്രീ വിരുദ്ധ കാര്യങ്ങൾ ചെയ്യുന്നതും ഉപദ്രവിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനത്തെ ഒക്കെ സീൻ വരുമ്പോൾ ഞാൻ ഇതിന്റെ അഗൻസ്റ്റ് സംസാരിക്കുന്നതാണ്. അത് ആരാണെങ്കിലും ഞാൻ സംസാരിച്ചിരിക്കും. അപ്പോൾ നമ്മുടെ കേരളത്തിൽ അങ്ങനെയൊന്നും വരരുത് എന്നുള്ള ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ അന്ന് ഞാൻ ക്രിറ്റിസൈസ് ചെയ്തായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇതിന്റെ ഒരു കോടതിയുടെ ഒരു വിധി, ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണ്? ഇതുവരെയും കോടതിയിൽ നിന്നുള്ള ഒരു കംപ്ലീഷൻ ഈ ഒരു പ്രശ്നത്തിന് വന്നിട്ടില്ല, ഈ ഒരു കേസിന്. അപ്പോൾ റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ ഒരു ഫേക്ക് അലിഗേഷൻ തന്നെയല്ലേ ഇതിന് പടച്ചു വിട്ടത് എന്നതാണ് എനിക്ക് പറയാനുള്ളത്. രാഹുൽ മാങ്കൂട്ടൻ ഇതിൽ നിരപരാധിയാണ് എന്നാണ് ഞാൻ പറയുന്നത്. രാഹുൽ മാങ്കൂട്ടൻ നിരപരാധിയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ മറ്റ് സ്ഥാനാർത്ഥികളും പലരും ഇങ്ങനത്തെ വൃത്തികേട് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് പറയുന്നു? നല്ല ഉയർന്നു വരുന്ന നല്ലൊരു ഹൈ പ്രൊഫൈലുള്ള ഒരു നല്ല കേപ്പബിൾ ആയിട്ടുള്ള ഒരു നേതാവായിരുന്നു. അപ്പോൾ ആ ഒരു നേതാവിനെ എങ്ങനെയും പൂട്ടണമല്ലോ, അത് വെച്ചാണ് കുറെ എണ്ണങ്ങൾ ഇദ്ദേഹത്തിന് രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് ഇങ്ങനെ വൃത്തികേട് പറഞ്ഞ് പരത്തിയത്. ഇതിലാരെങ്കിലും ഇത് റിയലായിട്ടുള്ള ഒരു അതിജീവിത ഉണ്ടോ? റിയലായിട്ട് ഒരു അതിജീവിത നമ്മൾ ജനങ്ങൾ കണ്ടിട്ടില്ല. അതിന്റെ പേരും എവിടെയും സ്ഥിരീകരിക്കത്തുമില്ല. അതങ്ങനെയാണ്, അതൊരു സെക്യൂരിറ്റിയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. എന്നാൽ തന്നെ നമ്മളെ ജനങ്ങളെ പൊട്ടന്മാരാക്കുന്ന കഥകളാണല്ലോ. രാഹുൽ മാങ്കൂട്ടം ഇത് കോടതി വഴി പോന്നു, കോടതിയിൽ ഒരു പൂർണ്ണമായ ഒരു ശിക്ഷ ഇതുവരെ രാഹുൽ മാങ്കൂട്ടത്തിന് എന്തുകൊണ്ട് കൊടുക്കാൻ പറ്റില്ല? ഇതിനെക്കുറിച്ച് ഇതുവരെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് ഇതിനൊരു പൂർണ്ണത എന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല? ഇതിന്റെ അർത്ഥം എന്താണ്? രാഹുൽ മാങ്കൂട്ടം ഒരു നിരപരാധിയാണ് എന്നുള്ളത് തന്നെയാണ്. റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന ഒരു സ്ത്രീ ഒരു ഫേക്ക് അലിഗേഷൻ ആണ്. എന്റെ ഒരു ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത്. കാരണം റിനി ആൻഡ് ജോർജ് അങ്ങനെ ഒരു അലിഗേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല സ്ത്രീകളെയും ഉപദ്രവിച്ചും പീഡനം നടത്തിയിട്ടുണ്ടെന്നുള്ള പറയുന്ന ആ പരാതി നിങ്ങൾ തെളിയിക്കണം. നിങ്ങൾ പറഞ്ഞത് മാത്രം പോരാ, നിങ്ങളുടെ കയ്യിൽ എവിഡൻസ് ഉണ്ടായിരിക്കണം. അല്ലാതെ കുറെ ചാറ്റും വാട്സപ്പ് കോളും ചാറ്റും ഉണ്ടായിട്ട് വലിയ കാര്യമില്ല. ഇപ്പോഴത്തെ കാലത്ത് മൊത്തം AI ഉള്ളത്. നിങ്ങൾക്കത് തെളിയിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നിങ്ങളുടെ ഹോൾഡ് ഉണ്ടായിരിക്കണം. അല്ലാതെ ഒരാളെ പറ്റി ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ട് പോയിട്ട് കാര്യമില്ല. അപ്പോൾ ഗൈസ്, ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ നിരോധിച്ചതാണ് എപ്പോഴാണ് ആ ഒരു അലിഗേഷൻ ഞാൻ കേട്ട് കഴിഞ്ഞപ്പോൾ, സ്ത്രീകളെ അപമാനിച്ചും ദ്രോഹിച്ചും പീഡിപ്പിച്ചും എന്നുള്ള വാർത്തകൾ ഞാൻ കേട്ടപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ഞാനന്ന് വിരോധിച്ചതാണ്. ഞാൻ ഒട്ടും താല്പര്യപ്പെടുന്നില്ലായിരുന്നു അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്ത ഒരു MLA ആണെങ്കിലും ഒരു മനുഷ്യനാണെങ്കിലും ഞാൻ ഒരു സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷെ ഇത്രയും കാലമായിട്ട് ഇത് കോടതി പോലും തെളിയിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അപ്പോൾ ഇതൊരു ഫേക്ക് അലിഗേഷൻ ആണെന്നാണ് ഇതിന്റെ അർത്ഥം. അങ്ങനെയാണ് ഞങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കുന്നത്. അത്രേ ഉള്ളൂ ഗൈസ് പറയാനുള്ളത്. ഒരു MLA അല്ലേ, അതിനായിട്ടുള്ള ഒരു വില കൊടുക്കണം. എന്തിനാണ് ഇങ്ങനെ ഒരു ഫേക്ക് അലിഗേഷൻ ആണെന്ന് ഞാൻ പറയുന്നു, വീണ്ടും പറയുന്നു. അല്ലെങ്കിൽ കോടതി തെളിയിക്കട്ടെ. ഇനിയും നമ്മൾ കാത്തിരിക്കും, കോടതി തെളിയിക്കട്ടെ. പക്ഷെ അതുവരെ നിരപരാധി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം. അതുകൊണ്ട് പാലക്കാട് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കണം എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ അഭിപ്രായം.